കുഞ്ഞുമക്കൾക്കെല്ലാം സുഖം തന്നെയാ. ഞാൻ മുത്തശ്ശി ഒരു കഥയും കൊണ്ടും വന്നതിപ്പോൾ എൻ്റെ ജീവിത കഥ നിങ്ങൾ കേക്ക്. എൻ്റെ അറിവിൽ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എല്ലാം പറയാൻ വേണ്ടിയിട്ട് വന്നത് നിങ്ങൾ കേക്ക്. ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഒരു നല്ല ആഹാരം കഴിച്ചിട്ടുമില്ല, നല്ല ജീവിതേ കിട്ടിയിട്ട. അമ്മ ഇങ്ങനെ പണിക്ക് പോയി അന്നന്ന് കൊണ്ടുവന്ന് അന്നന്ന് കാച്ചി കുടിച്ചു, അങ്ങനെ ജീവിച്ചൊരു അമ്മച്ചിയാണ് ഞാൻ. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരത്തിൽ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാട് ഇന്നും തീർന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ അതിനെക്കാട്ടിയും കഷ്ടപ്പാട്. കല്യാണം കഴിഞ്ഞിട്ട് മക്കളായി 2, 3, 4 മക്കളെ പെറ്റു. ആ 4 മക്കളെയും ഭയങ്കര കഷ്ടപ്പാടാണ് പോറ്റാൻ വേണ്ടിയിട്ട്. അന്ന് പണിക്ക് പോയി. ഈ കുഞ്ഞോളെ അമ്മ എൻ്റെ അമ്മയുടെ കെട്ടിയിട്ട് ഞാൻ പണിക്ക് പോയി. പണിക്ക് പോയിട്ട് വന്നിട്ട് എൻ്റെ കൈമില്ല പൈസ എൻ്റെ അമ്മക്ക് കൊടുക്കും. എൻ്റെ അമ്മ ചിലവ് നടത്തൽ. അതിന് അരിയും മറ്റേ 19 അരി മോളും ഞങ്ങൾക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാം വീട്ടിൽ നേരെ ആക്കി നിൽക്കും. പിന്നാതെ പിന്നാതെ അമ്മയും അച്ഛനെല്ലാം മരിച്ചു പോയി. ഇപ്പോൾ പിന്നെ ഞാനേ ഇല്ലു, അപ്പം എൻ്റെ മക്കളും. അങ്ങനെ കുടുംബജീവിതമായിട്ട് ഇപ്പോൾ മക്കളെല്ലാം മംഗലം കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ പണിയെല്ലാം എടുക്കാൻ കഴിഞ്ഞു. പണിയെല്ലാം എടുക്കുമ്പോഴേക്കും എനിക്ക് സുഖമില്ല. ഗർഭപാത്രം അങ്ങനെ ഇതായിട്ട് സുഖമുണ്ടായിട്ട് എനിക്ക് അതിനെയും കൊണ്ട് തന്നെ കുറേ പണിയെടുത്തിന്, മക്കളെ പോറ്റണ്ടേ. പിന്നെ നടന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ അതിന് പയ്യന്നൂര് ആസ്പത്രി പോയിട്ട് അത് എടുത്തു കളഞ്ഞു. ചോര പോക്ക്, ഒരട്ട പോക്ക് തന്നെ. അപ്പോൾ അത് നിർത്താൻ കഴിയാഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു, പോ നീ അവിടെ ആശുപത്രി പോയിട്ട് കാട്ടിക്ക്. അങ്ങനെ ആശുപത്രി പോയിട്ട് കാട്ടിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ വേഗം വേണം, ഇത് എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് പയ്യന്നൂർ പോയിട്ട് ഒരു ആസ്പത്രിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ ഒരനുഭവം ഉണ്ടായി. പിന്നെ മക്കൾ 4 എണ്ണം ഉണ്ട്. 4 ഉണ്ടെങ്കിലും 1 ആണ്, 3 പെണ്ണ്. 3 പെണ്ണ് മക്കൾ ഒന്നപ്പുറം തന്നെ ഉണ്ട്, 1 വീടിയുണ്ട്. അപ്പോൾ വീടിയുള്ളവളൊക്കെയാണ് ഞാനില്ലത്, ഇളയ വിളക്ക. ആണുമോനെ കൊണ്ട് ഒരു കാര്യവും എനിക്കില്ല. ഓൻ വേറെ, ഓനെവിടെ പയ്യന്നൂർ പോയി അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട്. ഓനും ഭാര്യയും മക്കളും അവിടെ തന്നെ നിൽക്കല്. ഓനെ കൊണ്ട് ഒരു കാര്യം എനിക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. ഓൻ്റെ നല്ല കാലത്തും എനിക്കുണ്ടായിട്ട. ഓനെ ഞാൻ നോക്കിയതല്ലാതെ ഓൻ എന്നെ നോക്കിയിട്ട. ഇപ്പൊ പെണ്ണുമക്കളെ തണലിൽ നിൽക്കുന്നു. പെണ്ണുമക്കൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒപ്പരടിക്കാന്ന് ഞാനിപ്പോൾ ഇല്ലത് ഒരു മൂലക്ക് ഇങ്ങനെ ജീവിക്കുന്നു. പിന്നെ ഒരു മോള് ദൂരമുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ചു. അയാൾക്കെന്തോ ഹാർട്ടിൻ്റെ സുഖേട് വന്നിട്ട് അയാൾ മരിച്ചു. പിന്നെ അയാൾ ഉണ്ടാകുമ്പോഴും ഒരു നല്ല കാലം കിട്ടിയിട്ടില്ല. അങ്ങനെ അയാൾ മരിച്ചിട്ടും പോയി. അപ്പോൾ അങ്ങനെ മക്കളെ എടുക്കുക അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ. അതുമാതിരി നിങ്ങളും എല്ലാവരും ചിന്തിക്കണം. ഈ മുത്തച്ചിര പോലെ ആയിപ്പോണ്ട. തന്താന് വേണ്ടിയിട്ട് തന്താൻ ചിന്തിക്കണം. നിങ്ങളെ കാര്യം കഴിഞ്ഞിട്ട് അതിനപ്പുറം കൊടുക്കാൻ പാടില്ല. അന്നെ മാതിരി ആകല. നിങ്ങൾ
നിങ്ങളെ കാലത്ത് നല്ല പാങ്ങിൽ എല്ലാ സന്തോഷത്തോടെ കഴിയണം. എല്ലാവരും എല്ലാം കണ്ടെത്തണം. നിങ്ങൾ എൻ്റെ മാതിരി ആയിപ്പോണ്ട. ഇപ്പം എനിക്കൊരു കൊച്ചുമോളുണ്ട്. ആ മോളെ കൊണ്ട് ഞാനൊരു ചെറുങ്ങനെ ഇപ്പോൾ സന്തോഷത്തിൽ പോന്നു. ആയ കാലത്ത് എനിക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. അതുമാതിരി നിങ്ങൾക്കും വേണ്ടിയിട്ട് ജീവിക്കണം. നല്ല പാങ്ങിൽ ആർക്കും അങ്ങോട്ടോ പേരും കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. സ്വന്തം കാര്യം ചിന്തിച്ചിട്ട് അതിനപ്പുറത്തെ കാര്യം ചിന്തിക്കാവൂ. എനക്കും വേണ്ടിയിട്ട് ഒരു സന്തോഷിക്കാൻ വരെ ഓർമ്മ ഉണ്ടായിട്ട. ഒരു ചിരിയോ ഒരു കളിയോ ഒന്നുമില്ല. ഇപ്പാണ് ഈ ചിരിയുടെയും സന്തോഷത്തിൻ്റെ എല്ലാം കാലം വന്നത്. ഉള്ളന്മാർ ഇപ്പോൾ ഒരു കൊച്ചുമോളുണ്ട്. ആ മോളെ കൊണ്ട് ഇപ്പോൾ ചിരിക്കാനെല്ലാം കഴിഞ്ഞു. കുറേ അമ്പലത്തിലെല്ലാം കൊണ്ടുപോയി. പിന്നെ പളനിക്ക് പോയി, കാവേരി പോയി, നല്ല നല്ല ജാഗയിലേക്കെല്ലാം പോയി. അങ്ങനെ കുറേ നാടെല്ലാം കണ്ടു. സന്തോഷമായിപ്പോൾ. ഇപ്പം നിങ്ങളാണെങ്കിലും ഇപ്പോൾ നിങ്ങളെ കാര്യം നോക്കിയിട്ട് നല്ല പാങ്ങിൽ ചിന്തിച്ചിട്ട് നടക്കണം. അന്ന മാതിരി ഒന്നും ആയിപ്പോണ്ട. പഠിപ്പാണെങ്കിൽ പഠിപ്പ്, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ജോലി, എല്ലാറ്റിലും നിങ്ങൾ നല്ല മിടുക്കന്മാരായിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് ജീവിച്ചിട്ടായിട്ട് അതിനപ്പുറം കൊടുത്താൽ മതി. 75 വയസ്സിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു. അതുമാതിരി നിങ്ങളും ചിന്തിക്കുന്ന ആളെ പറ്റിയെന്ന്. നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാം ചിന്തിച്ചിട്ട് കഴിക്കണം മക്കളെ. അച്ഛനമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ടും മറ്റേതാക്കിയിട്ടും ഒന്നും കഴിക്കാൻ പാടില്ല. സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ ചിന്തിച്ചിട്ട് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഏത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ട് നല്ല വിവരത്തോടു കൂടെ നിങ്ങൾ പോകണം. ഞാനായാണെങ്കിൽ നിങ്ങൾ ആയിപ്പോണ്ട. നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ സന്തോഷിക്കണം. നല്ല പാങ്ങിൽ എന്നെ കണക്കെ ആയിപ്പോണ്ട. നിങ്ങൾ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം സന്തോഷം കിട്ടുന്നുമുണ്ട്. അതിലിപ്പോൾ ദൈവത്തിൻ്റെ നല്ലതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അതുമാതിരി തന്നെ ഒരു കാലത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. ആ കാലത്ത് കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് ഞാൻ. കൊച്ചുമക്കളെ കൊണ്ട്, മോളെ കൊണ്ട് എനിക്കിപ്പോൾ എല്ലാം ഇഷ്ടമില്ല എല്ലാം കിട്ടുന്നുണ്ട്. നല്ല നല്ല സാധനം തിന്നു. എന്ത് വേണമെങ്കിലും ബിരിയാണി വേണമെങ്കിലും തിന്നു. അങ്ങനത്തെ നല്ല നല്ല സാധനമെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ആശ കെട്ടു. എനിക്കിപ്പോൾ ഇത്രയെല്ലാം വയസ്സായിട്ട് കിട്ടിയല്ലോ. ഇപ്പോൾ ബൈല് സന്തോഷിക്കാൻ കിട്ടിയല്ലോ. അതുമാതിരി തന്നെ നിങ്ങളെ ജീവിതത്തിൽ എല്ലാം തിന്നിട്ട് നല്ല പാങ്ങിൽ ജീവിക്കണം. സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ഈ മുത്തശ്ശിയുടെ ആഗ്രഹം. സമാധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞത്. അതിപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ. അതുകൊണ്ട് എനിക്കൊരു സമാധാനമായി മനസ്സിലേക്ക്. സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റേ അടുത്ത പരിപാടി. അത് എന്നത്തെ വീഡിയോ വരുന്നവരെ ബൈ ബൈ.